പ്രത്യക്ഷത്തിൽ പരസ്പര ബന്ധമില്ലാത്തവ എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങട്ടെ. 1, നെന്മാറ എന്ന സ്ഥലത്ത് ഒരു കൊല ചെയ്ത് ജയിലിൽ പോയ വ്യക്തി ജാമ്യത്തിലിറങ്ങി വീണ്ടും 2 കൊല ചെയ്യുന്നു. അയാൾക്കുള്ള അന്വേഷണത്തിലാണ് പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് എന്ന് കേൾക്കുന്നു. 2ാമത്തേത്, ഉത്തരാഖണ്ഡിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ്. ഇനി 3ാമത്തേത്, 2 ദിവസം മുമ്പ്, അതായത് ജനുവരി 26-ന് ഇന്ത്യ അതിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയുണ്ടായി. സ്വതന്ത്ര പരമാധികാര സ്ഥിതി സമത്വ മതേതര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ 76ാം വാർഷികമാണ് 2 ദിവസം മുമ്പ് നമ്മൾ ആഘോഷിച്ചത്. ഈ 3 കാര്യങ്ങൾക്കും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്, നെന്മാറ ഇരട്ടക്കൊല. ഒരു കൊലയാളി ജയിലിലടക്കപ്പെട്ട് നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നു. അയാൾ വീണ്ടും 2 കൊല കൂടി ചെയ്യുന്നു, എന്നിട്ട് ഒളിവിൽ പോകുന്നു. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും കൂടി, ഡ്രോണും വിമാനവും പോലീസും ബാക്കി പോലീസിൻ്റെ എല്ലാവിധ ഫോഴ്സുകളും 20ഓളം സംഘങ്ങളായി തിരിഞ്ഞ് ഇയാൾക്കുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാരുടെ സംഘം വേറെ, വടിയും കുന്തവുമായി നാട്ടുകാരും ഈ ഒറ്റ മനുഷ്യനെ തിരഞ്ഞെടുക്കുകയാണ്. ഇയാൾ നിയമത്തിൻ്റെ പിടിയിലായിരുന്നു, ഒരു കൊലപാതകം ചെയ്തതിനായിരുന്നു അത്. എന്നിട്ട് പുറത്തു വന്ന ആളാണ് വീണ്ടും കൊല ചെയ്തിരിക്കുന്നത് എന്നോർക്കണം. ഇതിൽ ഈ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അയാൾ വീണ്ടും പിടിക്കപ്പെടുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, വീണ്ടും അയാളെ കാത്തിരിക്കുന്നത് ജാമ്യവും ഇളവുകളും മറ്റ് ജയിലിലെ സൗകര്യപ്രദമായ ജീവിതവുമൊക്കെ തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ ഒരു വിഷയം. 2ാമത്, വേദകാലത്തെ നിയമങ്ങൾ ചിലപ്പോൾ യുഗാന്തരങ്ങൾക്ക് മുമ്പുള്ള ദ്വാപരയുഗത്തിലെയും ത്രേതായുഗത്തിലെയും നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അതേ കൂട്ടർ തന്നെയാണ് 6ാം നൂറ്റാണ്ടിലേതെന്ന് ആരോപിക്കപ്പെടുന്ന ചില നിയമങ്ങളെ മറികടക്കാനായി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 6ാം നൂറ്റാണ്ടിലെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ നിയമങ്ങളെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയ ലക്ഷ്യം എന്നതിന് അതിൻ്റെ കാരണം, പുതിയ യൂണിഫോം സിവിൽ കോഡ്, ഉത്തരാഖണ്ഡ് പരിചയപ്പെടുത്തിയിട്ടുള്ള യൂണിഫോം സിവിൽ കോഡിലെ പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ, നിരോധിക്കപ്പെട്ട പ്രധാന ഐറ്റങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണെന്ന് കാണാം. അതിനർത്ഥം അതെല്ലാം 6ാം നൂറ്റാണ്ടിലെ കാലഹരണപ്പെട്ട നിയമങ്ങളാണെന്നാണല്ലോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ പകരം വെക്കുന്നതോ അതിനേക്കാൾ പഴകിയ നിയമങ്ങളെ കൊണ്ടാണ് അവ പകരം വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വിചിത്രമായി തോന്നുന്നു. ഇനി 3ാമത്തെ കാര്യം എന്താണ്? നമ്മുടെ റിപ്പബ്ലിക് ദിന 76ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം? അത് നമ്മുടെ റിപ്പബ്ലിക് ദിനം എന്നത് നമ്മുടെ ഒരു പൂർണ്ണ സ്വരാജ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണിത്. അതായത് 1947 ഇന്ത്യ സ്വതന്ത്രയായെങ്കിലും 1935 ബ്രിട്ടീഷ് നിയമങ്ങളായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിരുന്നത്, നമ്മളെ മുന്നോട്ട് നയിച്ചിരുന്നത്. ആ നിയമങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതല നേടി സമ്പൂർണ്ണ സ്വരാജ് എന്ന അർത്ഥത്തിൽ ഒരു പരിപൂർണ സ്വതന്ത്ര പരമാധികാര മതേതര സ്ഥിതിസമത്വ ജനാധിപത്യ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ദിവസമാണ് 26/1950. അതിൻ്റെ 76ാം വാർഷികമാണ് ഇപ്പോൾ നമ്മുടെ വിവിധങ്ങളായ സാംസ്കാരിക വൈവിധ്യങ്ങളും നമ്മുടെ സായുധ ശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചത് ഈ കഴിഞ്ഞ 26-ന്. ഈ 3 കാര്യങ്ങൾക്കും തമ്മിലുള്ളൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇരട്ടക്കൊലപാതകത്തിന്, ഒരു കൊല ചെയ്ത് ജയിലിൽ പോയ ആൾക്ക് വീണ്ടും ഒരു ഇരട്ടക്കൊലയ്ക്ക് അവസരം ഒരുക്കിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് 1772 വാറൻ ഹേസ്റ്റിങ്സ് എന്ന ബ്രിട്ടീഷ് പ്രഭു
രൂപം കൊടുത്താണ് നമ്മുടെ ജുഡീഷ്യറിക്ക്. നമ്മൾ 1950 47 സ്വതന്ത്രരായി, 50 സമ്പൂർണ്ണ സ്വരാജ് കൈവരിച്ചു എന്ന് പറയുമ്പോഴും 1772 വാറൻ ഹേസ്റ്റിങ്സിൻ്റേതാണ് നമ്മുടെ ജുഡീഷ്യറി. തീർന്നില്ല. 1860 രൂപകൽപ്പന ചെയ്ത് 1862 പ്രാബല്യത്തിൽ വന്നതാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയപ്പെടുന്നത്. അത് രൂപം കൊടുത്താട്ടെ മെക്കാളെ പ്രഭു എന്ന ബ്രിട്ടീഷ് വൈസ്രോയിയാണ്. അതായത് രാജ്യം സ്വരാജ് പൂർത്തീകരിച്ചിട്ട് 76 വർഷം പിന്നിട്ടിട്ടും ബ്രിട്ടീഷ് ഭരണകൂടം ഉണ്ടാക്കി വെച്ച പീനൽ കോഡ് ശിക്ഷാ നിയമങ്ങളാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് കൊലപാതകം ചെയ്ത് പിടിക്കപ്പെട്ടാലും വ്യക്തികൾക്ക് വീണ്ടും സമൂഹത്തിലേക്ക് തിരിച്ചിറങ്ങി വീണ്ടും കൊല ചെയ്യാനുള്ള അവസരം ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് 40 തവണ ഒരേ കൊലയാളി, ഒരേ കുറ്റവാളി പിടിക്കപ്പെടുന്നതും 41ാം തവണ വീണ്ടും വിട്ടയക്കപ്പെടുന്നതും വീണ്ടും പിടിക്കപ്പെടുന്നതും. ഇതിന് കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ ശിക്ഷാ സമ്പ്രദായങ്ങളാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത് എന്നത് ഒരു ചെറിയ കാര്യമല്ല. സത്യത്തിൽ യൂണിഫോം സിവിൽ കോഡ് എന്നത് ഒരു നിയമത്തിൻ്റെ പ്രാകൃതത്വം 6ാം നൂറ്റാണ്ടിലെ നിയമത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ രൂപകൽപ്പന ചെയ്ത നമ്മുടെ ക്രിമിനൽ കോഡുകൾ ഇന്നും പിന്തുടരുന്നതിലെ സാങ്കത്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരു വൈരുദ്ധ്യമായി തോന്നുന്നില്ലേ? ഇതാണ് നമ്മുടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾക്ക് വീണ്ടും വീണ്ടും ഒരേ കുറ്റം ആവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് നിയമത്തിലെ ഈ പഴുതുപയോഗിച്ചാണെന്ന് കാണാം. ഈ വിഷയം മറ്റൊരു ചാനലിൽ നമ്മൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. അതായത് ഒരു കുറ്റവാളി ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് പിടിക്കപ്പെടുമ്പോഴും അവൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിധി പ്രസ്താവം 1700-ലെയോ 17-ലെയോ 18-ഓ നൂറ്റാണ്ടിലെ നിയമാവലികൾക്കനുസൃതമായിട്ടാണ് ആ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിധി പ്രസ്താവങ്ങൾ ഉണ്ടായിത്തീരുന്നത് എന്ന് കാണാം. അത് അതിവിദഗ്ധമായി അവന് രക്ഷപ്പെടാനും വീണ്ടും കുറ്റം ആവർത്തിക്കാനും ഇടവരുത്തുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. കുറ്റകൃത്യങ്ങളെ കണ്ടെത്തുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോഴും കുറ്റത്തെ വിലയിരുത്തി വ്യാഖ്യാനിച്ച് ശിക്ഷ വിധിക്കുന്നതിൽ 2 or 3 നൂറ്റാണ്ടുകൾക്കപ്പുറം 4 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള നിയമങ്ങളെ ആശ്രയിക്കുന്നു എന്ന വൈരുദ്ധ്യത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അതിനു പുറമെ റിപ്പബ്ലിക് ഡേ എന്ന ദിവസത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ 76ാം വാർഷികം ആഘോഷിച്ച നമ്മൾ നിയമവാഴ്ച ഒരു പൗരൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. ഭരണഘടന വാഗ്ദത്തം ചെയ്യുന്നൊരു കാര്യമാണ് നിയമവാഴ്ച. പൗരൻ്റെ സ്വത്തിനും ജീവനും സുരക്ഷ, ഇതെല്ലാം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന കാര്യങ്ങളാണ്. ആ ഭരണഘടനയുടെ പ്രഖ്യാപനം നടന്ന ദിവസമാണ് നമ്മൾ ആഘോഷിച്ചത് 2 ദിവസം മുമ്പ്. ആ ഭരണഘടന തരുന്ന ജീവനും സ്വത്തിനുമുള്ള സുരക്ഷ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. കാരണം ഒരാൾക്ക് കുറ്റരഹിതമായ ഒരു ജീവൻ എടുക്കാൻ, ഇപ്പം നമ്മളൊരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ യാദൃച്ഛികമായി അപൂർവങ്ങളായി കണ്ടെത്തി ചില കുറ്റങ്ങൾക്ക് നമ്മൾ വധശിക്ഷ വിധിക്കാറുണ്ട്, ക്യാപിറ്റൽ പനിഷ്മെൻറ്റ്. പല രാജ്യങ്ങളിലും അത് നിർത്തലാക്കി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ പനിഷ്മെൻറ്റ്, വധശിക്ഷ. അങ്ങനെ നമ്മളിവിടെ ഒരു വധശിക്ഷ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കതുണ്ടായി, ഒരാഴ്ചകൾക്ക് മുമ്പ് ഒരു വധശിക്ഷ വിധിക്കുകയുണ്ടായി. ഉടനെ മനുഷ്യസ്നേഹികൾ സടകുടഞ്ഞെഴുന്നേറ്റു. കാരണം ജീവൻ കൊടുക്കാൻ നമുക്ക് അവകാശമില്ലാത്തതുപോലെ എടുക്കാനും അവകാശമില്ലാന്ന്. അതേ കൊലയാളി ഒരു കുടുംബത്തിലെ 8 പേരെയോ 10 പേരെയോ കൊന്നൊടുക്കുമ്പോൾ ആ 8-10 പേരുടെ ജീവനെക്കുറിച്ച് ഇവർക്ക് ഈ വേവലാതിയൊന്നും കാണുന്നില്ല. അങ്ങനെ 8 പേരുടെ ജീവനെടുത്ത ഒരാളുടെ ജീവൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലൂടെ നിയമത്തിന് അനുസൃതമായി അയാൾക്ക് കടുത്ത ശിക്ഷ നൽകാൻ, വധശിക്ഷ നൽകാൻ തീരുമാനിക്കുമ്പോൾ മനുഷ്യസ്നേഹം ഉണർന്നെണീറ്റു. അയാളുടെ ജീവനെ പറ്റി വലിയ വാല്യൂ, അതിൻ്റെ മൂല്യം അപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുക. ഈ വൈരുദ്ധ്യം, ഈ വിരോധാഭാസം, ഈ കാപട്യം, ഈ ഹിപ്പോക്രസി, ഇത് തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ ചാനലിലൂടെ ഇന്ന് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ 17ഉം 18ഉം നൂറ്റാണ്ടുകളിലാണ് അതിൻ്റെ കാരണങ്ങൾ കിടക്കുന്നത്, അന്വേഷിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് രാജ്യം സമ്പൂർണ്ണ സ്വരാജാകണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവാഴ്ച തങ്ങളുടേതായ സ്വന്തമായ നിയമങ്ങൾക്ക് കീഴാക്കണം. 17ഉം 18ഉം നൂറ്റാണ്ടുകളോട് അവിടുത്തെ കൊളോണിയൽ ഭരണത്തോട് കടപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രത്തിൽ നിയമവാഴ്ച സാധ്യമല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ
കാര്യങ്ങൾ, നമ്മുടെ കുറ്റവും ശിക്ഷയും കാണിക്കുന്ന വിഷമങ്ങൾ, അതുകൊണ്ടാണത് നമ്മൾ നേരിടേണ്ടി വരുന്നത്. അതായത് ഭരണഘടന അനുശാസിക്കുന്ന പൗരൻ്റെ സ്വത്തിൻ്റെയും ജീവൻ്റെയും രക്ഷ അതനുസരിച്ച് ജനാധിപത്യ രീതിയിൽ നൽകാൻ, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ സത്യത്തിൽ 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഉണ്ടാക്കപ്പെട്ട കൊളോണിയൽ ശിക്ഷാ നിയമങ്ങൾ തടസ്സമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാം 76-ാം വയസ്സിലെത്തി നിൽക്കുമ്പോഴും സ്വരാജായിട്ട് 76-ാം വയസ്സിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിയമങ്ങൾ, കാലഹരണപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ ക്രിമിനൽ സിവിൽ കോഡുകൾ ആകമാനം പരിഷ്കരിക്കപ്പെട്ട് ആധുനിക 21-ാം നൂറ്റാണ്ടിൻ്റെ രീതിക്കൊത്ത് മാറ്റി പണിയേണ്ടതായിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കാനാണ് ഞാൻ ഇന്നത്തെ ഈ നമ്മുടെ ചാനലിലെ സംഭാഷണം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കോടതി അലക്ഷ്യമായോ കോടതിയോടോ നിയമ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നതായോ ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ നിയമനിർമ്മാണ സഭകളെപ്പോലും നമുക്ക് വിമർശിക്കാം, അഭിപ്രായം പറയാം എന്നിരിക്കെ ആ നിയമനിർമ്മാണ സഭകളിൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്ന, വിപണനം ചെയ്യപ്പെടുന്ന സ്ഥലത്ത്, നടപ്പിലാക്കപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് അതിലുള്ള അഭിപ്രായ ഭിന്നതകളെ പ്രകടിപ്പിക്കാനാവില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ദുര്യോഗം. നമുക്ക് യൂണിഫോം സിവിൽ കോഡ് മാത്രമല്ല, മുഴുവൻ പീനൽ കോഡും മാറ്റി എഴുതപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച്. ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കേസുകൾ അന്വേഷിക്കാനും പ്രതികളെ കണ്ടെത്താനും വകുപ്പുണ്ടെങ്കിലും അതേ ആധുനിക നിയമാവലികളുടെ കീഴിൽ അർഹമായ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകി സമൂഹത്തെ കുറ്റവിമുക്തമാക്കാനുള്ള ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏക സിവിൽ കോഡ് മാത്രമല്ല, ഏകീകൃത ക്രിമിനൽ കോഡും ആധുനിക ക്രിമിനൽ കോഡും കൂടി ആക്കി തീർക്കുക നമ്മുടെ ക്രിമിനൽ കോഡിനെ, IPC എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. നന്ദി.